വെൽക്കം ടു പാർട്ട് 3. അങ്ങനെ ഇവളടുത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, നമുക്ക് ഡാൻസ് കളിക്കാമല്ലോ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇവൾ കാലുവാരിയെ ഇവൾ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു ഈ പ്രാവശ്യം നീ ഡാൻസിനൊന്നും ചേരണ്ട, കാരണം ചേരണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷമായിട്ട് നോക്കാം. ഈ വർഷം നമുക്കൊരു കാര്യം ചെയ്യാം. അവളുടെ അനിയത്തിയും നമ്മുടെ സ്കൂളിലാണ് പഠിച്ചിട്ടിരുന്നത്, അപ്പോൾ എൻ്റെ അനിയത്തിയുമുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് ഡാൻസ് സ്റ്റെപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് അടുത്ത വർഷം കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഞാനും അവളുമായിട്ടാണ് ഇവർക്ക് കോറിയോഗ്രാഫി ചെയ്ത് ഡാൻസൊക്കെ ചെയ്ത് എല്ലാം പ്രാക്ടീസൊക്കെ ചെയ്ത് കൊടുത്തത്. ആ പ്രാവശ്യം ഞാൻ ടാബ്ലോ ആണ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നെ ടാബ്ലോയ്ക്ക് വിളിക്കും കേട്ടോ, ഇങ്ങനെ സ്റ്റില്ലായിട്ടൊക്കെ നിൽക്കാനായിട്ട്. അപ്പോൾ വിഷുവിൻ്റെ എന്തോ ടാബ്ലോ ആയിരുന്നു ചെയ്തിരുന്നത്, അതിന് നിന്നിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഇയർ ആയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, റോട്ടറി ക്ലബ്ബ് എന്ന്. അപ്പോൾ ആ ക്ലബ്ബിലോട്ട് എല്ലാ ഇൻ്റർ സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷൻസ് ഉണ്ട് ഡാൻസിന് വേണ്ടി. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഒരു ടീമിലെടുത്ത് അവൾ ആ ഡാൻസ് ചെയ്യുമായിരുന്നു ഇൻ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടറി ക്ലബ്ബിൽ കളിക്കുന്ന വ്യക്തികൾ ആ ഡാൻസ് തന്നെയായിരിക്കും ആനുവൽ ഡേക്കും കളിക്കുന്നത്. സോ ആ പ്രാവശ്യം ഇവൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം റോട്ടറി ക്ലബ്ബിൽ ഡാൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നിവൾ പറയാം. സീരിയസ്ലി തകർന്നു പോയി കേട്ടോ. അതായത് നിങ്ങൾ ആലോചിക്കണം, 2 വർഷത്തെ കാത്തിരിപ്പായിരുന്നു അത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇനി നമ്മൾ അടുത്തവരെ വിശ്വസിച്ചിട്ട് കാര്യമല്ലേ, നമുക്ക് ഞാൻ തന്നെ ഒരു ടീം ഫോം ചെയ്തു. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലുള്ള പിള്ളേരെയൊക്കെ ചെയ്തു. ഒരു 4 പേര്, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അവളെയും ചേർത്ത് 4 പേരെ ചേർന്ന് നമ്മൾ അപ്പോൾ നമുക്ക് ഒരു മാം വേണം ഇതിന് കോർഡിനേറ്ററായിട്ട്, ഒരു ഹെഡായിട്ടിരിക്കുക. അങ്ങനെ ആ ഒരു മാമിനെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്ത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫെയ്റ്റ് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായെന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്ത് ആ സമയത്തും ടീസിങ് ഉണ്ടായിരുന്നു കേട്ടോ, ബോഡി ഷേമിങ് എന്നല്ലേ പറഞ്ഞ്. എല്ലാവരും വന്ന് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറഞ്ഞു, ഓ ആനക്കുട്ടി കളിക്കുന്നത്, ഇത് സ്റ്റേജിൽ പോകുമ്പോൾ സ്റ്റേജ് തകർന്ന് വീഴും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഇത് എന്തേലും പറയാതെ പറ്റി, എൻ്റെ ഇഷ്ടമല്ലേ ഡാൻസ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. പക്ഷേ എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രിൻസിപ്പാളിൻ്റെ മുമ്പേ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടെന്ന്. ഇങ്ങനെ പോയ സമയത്ത് ഒരു ടീമിൽ അതായത് ഒരു ഡാൻസിൻ്റെ പാട്ട് പോലും അല്ല, അങ്ങനത്തെ ഒരു പാട്ട് കൊണ്ടുവന്ന് ഡാൻസ് ചെയ്തതിൽ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ മിക്സാക്കി, അതായത് നമ്മളെ ഡാൻസിലോട്ട് അവരെ കൂടെ ചേർക്കണമെന്നാക്കി. ബട്ട് അവർക്കും താല്പര്യമില്ലായിരുന്നു, എൻ്റെ മാമിനും താല്പര്യമില്ലായിരുന്നു അങ്ങനെ മിക്സപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എൻ്റെ മാം പറയായിരുന്നു,